ആക്റ്റീവ് സാറ്റലൈറ്റ് ആൻഡ് പാസീവ് സാറ്റലൈറ്റ്. ആക്റ്റീവ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റിന് സ്വന്തമായി ട്രാൻസ്മിറ്ററും ട്രാൻസ്പോണ്ടർ പോലുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അവയ്ക്ക് സ്വന്തമായി ജനറേറ്റ് ഇറ്റ്സ് ഓൺ സിഗ്നൽസ്. പാസീവ് സാറ്റലൈറ്റിൻ്റെ കേസിൽ അതിലേക്ക് വരുന്ന സിഗ്നലിനെ ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന പർപ്പസ് മാത്രമേ പാസീവ് സാറ്റലൈറ്റിന് ചെയ്യാൻ കഴിയുള്ളൂ. ആക്റ്റീവ് സാറ്റലൈറ്റിൽ ട്രാൻസ്മിറ്റർ ഉള്ളതുകൊണ്ട് പവർ ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്മിറ്റർ. പാസീവ് സാറ്റലൈറ്റിൽ മിനിമൽ പവർ റിക്വയർമെൻ്റ് ആണ്. ആക്റ്റീവ് സാറ്റലൈറ്റിൻ്റെ എക്സാമ്പിളാണ് റഡാർ സാറ്റ്. എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇൻസാറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്, TV, റേഡിയോ, ഇൻ്റർനെറ്റ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി. പാസീവ് സാറ്റലൈറ്റിൻ്റെ എക്സാമ്പിളാണ് എക്കോ 1. 1960s ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെൻ്റലായി നടത്താനൊക്കെ എക്കോ 1 ഉപയോഗിച്ചിരുന്നു. ലാഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ റേഞ്ചിങ് സാറ്റലൈറ്റ് ആണ്. ആപ്ലിക്കേഷൻ ലെവൽ പ്രധാനപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻസും ആക്റ്റീവ് സാറ്റലൈറ്റിലാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഇമേജിംഗ്, റിമോട്ട് സെൻസിങ്, വെതർ മോണിറ്ററിങ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ ആക്റ്റീവ് സാറ്റലൈറ്റിലാണ് വരുന്നത്. പാസീവ് സാറ്റലൈറ്റ് മെയിൻലി എക്സ്പെരിമെൻ്റൽ പർപ്പസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രാക്കിങ്ങിനും നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ജിയോഡസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ഷേപ്പ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇത്തരം കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ് ജിയോഡസി എന്ന് പറയുന്നത്. പാസീവ് സാറ്റലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ലിമിറ്റഡ് ആണ്. മേജറായ എല്ലാ ആപ്ലിക്കേഷൻസും വരുന്നത് ആക്റ്റീവ് സാറ്റലൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഹയർ ആണ്. പാസീവ് സാറ്റലൈറ്റിൽ കോസ്റ്റ് ലോവർ ആണ്. ആക്റ്റീവ് സാറ്റലൈറ്റിൽ നമുക്ക് സ്ട്രോങ് സിഗ്നൽസിനെ സെൻഡ് ചെയ്യാൻ കഴിയും. കാരണം അതിനുള്ളിൽ ട്രാൻസ്മിറ്റർ ഉണ്ട്, ആംപ്ലിഫൈയിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് സ്ട്രോങ് സിഗ്നൽസിനെ തന്നെ അതിന് സെൻഡ് ചെയ്യാൻ കഴിയും. പാസീവ് സാറ്റലൈറ്റിൻ്റെ കേസിൽ അവയുടെ സിഗ്നൽസ് സ്ട്രെങ്ത് വളരെ വീക്കായിരിക്കും. പാസീവ് സാറ്റലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് വരുന്ന സിഗ്നൽ, ഭൂമിയിൽ നിന്ന് വരുന്ന എർത്ത് ബേസ്ഡ് സിഗ്നൽ വളരെ സ്ട്രോങ് ആയ സിഗ്നൽ ആയാൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. സോ റിക്വയർ സ്ട്രോങ് എർത്ത് ബേസ്ഡ് സിഗ്നൽ ഇൻ ദ കേസ് ഓഫ് പാസീവ് സാറ്റലൈറ്റ്.